ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു വണ്ടി പെയിൻ്റ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മളെ പഴയ ഒരു വീഡിയോയിൽ, പഴയെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേ കളർ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ അടിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് മുഴുവനൊന്നും ആയിട്ടില്ല കേട്ടോ. അത് നോക്കി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാം മാറിയിട്ടോ, സകലമാന സാധനങ്ങളും മാറി. ഇതൊരു ബുഡ്മോടെ ഒരു കേന്ദ്രം തന്നെയാണ്. ബുഡ്മോന്നുള്ള സകലമാന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ബീഡിങ്ങുകൾ ഇത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ വെറും 98 രൂപയുള്ളൂ ഈ സാധനത്തിന് വില. ഈ പീസിനൊക്കെ 98 രൂപയുള്ളൂ. അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അത് ഇവിടെ ക്യാമറമാൻ രാവിലെ എല്ലാം വലിച്ച് പറിച്ച് കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട് അകത്തേക്ക്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പിന്നെയുള്ള നമുക്ക് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യണത് കണ്ടോ. പവർ സ്റ്റിയറിംഗ് അതിനകത്തോണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പവർ സ്റ്റിയറിംഗ് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളത് സീറ്റ് വർക്കാണ്. സീറ്റ് വർക്ക് ചെയ്യണം. ഇത്രയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനുള്ളത്. ഇതിനകത്തുണ്ട് ഇവിടെ ഈ ഡാഷ് ബോർഡൊക്കെ ഒക്കെ പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടെന്നുണ്ടോ. അതിൻ്റെ ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിന് ചെയ്തേക്കണാണ് കാണുന്നത്. ചെയ്യണ്ട, ഡാഷ് ബോർഡൊക്കെ കംപ്ലീറ്റ് കളർ അടിച്ചു. ബ്ലാക്ക് അടിച്ചിട്ട് ഈ ഒരു കളർ കൂടിയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആളുടെ ഇഷ്ടത്തിന് ചെയ്തേക്കുന്ന പരിപാടികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ പാഡിലും സെയിം രീതിയിൽ തന്നെ ചെയ്യണം. ഡോർ പാഡ് ഈ രീതിയിൽ തന്നെ ചെയ്തേക്കണം, ഈ ഒരു കളർ ടൂണിൽ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സകലമാന സാധനങ്ങളും ബ്ലാക്ക് അടിച്ചേക്കാം കേട്ടോ. അതെ, ഇങ്ങനെയുള്ള പീസുകൾ എല്ലാ പീസും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കയറ്റി സെറ്റ് ചെയ്യണം. ഈ ഇരിക്കണതേ നമ്മുടെ ബുഡ്മോന്ന് വെറുതെ അല്ലട്ടെ. ഇവർ ബുഡ്മോണക്കാർ പാക്കിങ്ങിന് പൈസ മേടിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. നമ്മുടെ മുകളിലെ റൂഫ് റെയിലില്ലേ, റൂഫ് റെയിലിൻ്റെ ആ ബീഡിങ് വന്നേക്കണാണ് സാധനം കൊണ്ടുവന്നേക്കണാണ് കേട്ടോ. ഈ ഐറ്റം വന്നേക്കണ ബോക്സാണ് ഈ കാണുന്നത്. 2 പൈപ്പൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് മറ്റേ ഇതിൻ്റെ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ പാഴ്സൽ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പൈസ വരാനുള്ളൊരു കാരണം. എന്തായാലും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും. അപ്പം ഇതിനകത്ത് ഉണ്ടോ ഈ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കേബിൾ ഇപ്പോൾ ഒറിജിനൽ കിട്ടാനില്ല. ഇതുണ്ടോ, ഇത് മേടിച്ചോണ്ടേക്കണം. റംസൺസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങനെയും കിട്ടിയാൽ മതിയായിരുന്നുണ്ട്. 558 രൂപ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 500 രൂപ 400 രൂപ 450 രൂപ വരെ ഉണ്ടാവും. എന്തായാലും നോക്കിയിട്ട് മറ്റേതായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. എല്ലാ ഐറ്റംസൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നാൽ കുറേ ഐറ്റംസൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടാനുള്ള കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ട്. കുറേ സാധനങ്ങളൊന്നും വന്നില്ല. വരാത്തൊക്കെ ഇങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടിയാലും മതി. ഇനി ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇതേണ്ട. ഇതൊക്കെയാണ് ആ ബീഡിങ്ങുകളുടെ ഇത്. 98 രൂപയ്ക്ക് വന്നുള്ളൂ. ഇതിൽ പാർട്ട് നമ്പർ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇനി പറിച്ച് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതാണ് ഐറ്റം. ഇതേണ്ട ഈ ഐറ്റം വേണ്ട. ഈ സംഭവം പറഞ്ഞത് ഇതിൽ പാർട്ട് നമ്പർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾ ബുഡ്മോന്ന് കുറേ സാധനം മേടിച്ചുകൊണ്ട് വന്നത് ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നല്ല. നോക്കി, ഇതൊക്കെ ബുഡ്മോന്ന് വരുത്തിയേക്കണാണ്. ഇത് ഈ വണ്ടിയുടെ ഒന്നല്ല. ഇത് വേറെ ഏതോ വണ്ടിയുടെ പാർട്സാണ് എന്തായാലും. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യുടെ വെൻറ്റ്, അവിടുത്തെ വെൻറ്റ്, നടുക്കലത്തെ ഇതൊക്കെ ഇതേ കളർ തന്നെയാണ് അടിച്ചേക്കണം. അപ്പോൾ നമുക്കിത് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇവിടെ പിന്നെ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബുഡ്മോന്ന് ഒന്നാണ്. ഈ ഹാൻഡിലൊക്കെ ഇട്ടുണ്ടോ. ഈ ഹാൻഡിൽ ഞങ്ങൾ മേടിച്ചാണ്. എന്താണ്ട് ഒരെണ്ണത്തിന് എന്തുപോലെ ഉണ്ടെങ്കിൽ എത്ര ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്. അതതിൻ്റെ നല്ലത് വേറെ കവറാണ്. ഏതായാലും ഇത് കിട്ടും. ഇത് സംഭവം വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളന്ന് മേടിച്ചപ്പോൾ 3 എണ്ണത്തിന് 120 രൂപ അങ്ങനെ എന്തോ വന്നെന്ന് എനിക്ക് തോന്നണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 എണ്ണം മതി ശരിക്കും. പിന്നെ 4 ഉണ്ട്. കാരണം 4 സൈഡിലും ഡ്രൈവർ സൈഡിലും കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ബുഡ്മോന്ന് ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് അർത്ഥം. ഈ ഐറ്റംസ് കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ തന്നെ കുറേ ഗ്രിപ്പുകൾ, ക്ലിപ്പും കാര്യങ്ങളും കാരണം സകലമായ സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ ഇതിനകത്തുള്ളത്, ടോപ്പ് ലൈറ്റ്. ഇത് നമ്മുടെ ലീവറുകളൊക്കെയാണ് തുറക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കുറേ ബുഡ്മോന്ന് മേടിച്ചുകൊണ്ടെന്നൊക്കെ ഈ സാധനത്തിന് ഇപ്പോൾ നല്ല പൈസ ഉണ്ടാവും. കാരണം ബുഡ്മോലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മുടെ കൊറിയർ ചാർജ് കൊടുക്കണം. ഇവർ ഭയങ്കര കൊറിയർ ചാർജ് മേടിക്കും. 1000 രൂപയുടെ സാധനത്തിന് 10-250 രൂപ കൊറിയർ ചാർജ് തന്നെ ഉണ്ട്. അതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ വില എന്നൊക്കെ പറഞ്ഞ് ഇത് വേണ്ടട്ടോ. ഇതൊക്കെ വെറും 69 രൂപ ഉള്ളൂ. വേണ്ട, ടോപ്പ് ലൈറ്റിൻ്റെ വിലയൊക്കെ വെറും 69 രൂപ ഉള്ളൂ. നമ്മൾ ഈ കടയിൽ പോയി മേടിക്കുമ്പോൾ ഇവർ ഈ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞിട്ട് 110 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ വല്ല അതിനൊക്കെ ഒറിജിനൽ വില അത്രേ ഉള്ളൂ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ സാധനമാണ് എപ്പോഴും ലാഭം. കാരണം ഡ്യൂപ്ലിക്കേറ്റിന് അതിൽ കൂടുതൽ പൈസ ഉണ്ട്. ഇതിനകത്ത് ആകെ ആ വണ്ടിയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക. ഇപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് അതിന് ബ്ലാക്ക് ആയിരുന്നു. നമ്മൾ റൂഫ് ബ്ലാക്ക് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ ആ വണ്ടിയിൽ ഇങ്ങനെ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു.
ആ ബാക്കിയൊക്കെ അതുണ്ട്. കളർ അടിപൊളിയുണ്ട്, കളറൊക്കെ സെയിം കളർ തന്നെയാണ്. പിന്നെ ഗ്രില്ലും ഈ പറഞ്ഞ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഹണി കോമ്പായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് സീറ്റിൻ്റെ കാര്യം ചെയ്യണം, അത് കഴിഞ്ഞ് അലോയ്സ് ഇടണം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ പരിപാടികൾ തീരും. അതിന് VXI ആയിരുന്നു ആ വണ്ടി, അല്ലേ? VXI ആയിരുന്നില്ലേ? അത് VXI ആയിരുന്നു, ഇത് LXI ആണ്. അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറേ പറഞ്ഞാലേ കുറേ പാർട്സൊക്കെ ബുഡ്മോന്ന് കിട്ടാണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ അത്യാവശ്യം കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. പക്ഷേ ബുഡ്മോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് കൊറിയർ ചാർജ് മുതലാവില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കത് മതിയായിരുന്നു. വേറെ ഐറ്റംസ് ഇപ്പോൾ കിട്ടാത്ത സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ എടുത്ത് വെച്ചാണ്, കാരണം ഇത്ര സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ബ്ലാക്ക് ആയിരുന്നു പറയും. ഇത് ബ്ലാക്ക് ആക്കിയാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഗ്ലോസി അടിച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ഡോറിൻ്റെ ഹാൻഡിലുണ്ട്, അത് ഫുള്ള് കളർ അടിച്ചേക്കണ്ട നോക്കി, ഇങ്ങനെ കളർ അടിച്ചേക്കാണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾഭാഗം സകല സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് കണ്ടോ. പിന്നെ ഇവിടെ ഇതൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കളറായിരുന്നല്ലോ, ഇത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. 4 സൈഡും ഇത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇപ്പോൾ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പവർ വിൻഡോ കയറ്റാനായിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ പവർ വിൻഡോ സ്റ്റോക്കില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിൻ്റെ എന്താ പറയുക RDയുടെ ഒക്കെ സെറ്റായിട്ട് കയറ്റാനാണ് ലാഭം. കാരണം അതാകുമ്പോൾ പൈസ ഇതിൻ്റെ അത്രയും വരില്ല. അപ്പോൾ അത് നോക്കിയപ്പോൾ സംഭവം അത് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടിയിട്ടുള്ള അത് കയറ്റാൻ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു 1-2 പേര് ഈ ബീഡിങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ അടയുള്ളതെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഇതേ ഒന്ന് ഉണ്ട് പുതിയ ഇത്തിരി ഹാർഡായിരിക്കുള്ളൂ. ഒന്ന് വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സംഭവം ശരിയാവും. ഇപ്പോൾ കണ്ട അടയ്ക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് വലിച്ചടിക്കണം. ഞാൻ നോർമൽ കണ്ടീഷനിലൊന്നും വിട്ട് കഴിഞ്ഞാൽ അടയൂല. അപ്പോൾ അതിൻ്റെ പ്രശ്നം അതാണ്. അതിപ്പോൾ എന്നാലും ഇനി അങ്ങനെ ആവുള്ളൂ. ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും റെഡി ആയിക്കോളൂ. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. ഞാൻ വെറുതെ വന്നപ്പോൾ എടുത്താണ് ഇത് കളറേ. അപ്പോൾ ഈ കളർ ഇപ്പോൾ 2 എണ്ണമായി. നമ്മളിപ്പോൾ വിചാരിച്ചിരുന്നത് ആദ്യം നമ്മുടെ വണ്ടിയിൽ അടിക്കാൻ പറ്റുന്ന കളറാണിത്. ഇപ്പോൾ 2ാമത്തെ വണ്ടിയായി ഇവിടെ. ഇനിയിപ്പോൾ അത് തന്നെ അടിക്കുമോ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് വേറെ കളറൊക്കെ തപ്പിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.